ഹായ്, കേരള ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പരിപ്പ് ചീരയിട്ട് വെച്ച ഉടച്ച് കറിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: പരിപ്പ് വാഷ് ചെയ്ത് വെച്ചതാണ് 1/2 കപ്പ്, ചീര 1 കപ്പ്, ചെറിയ ഉള്ളി ആവശ്യത്തിന്, ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. ഇത് കൂട്ട് തയ്യാറാക്കാനുള്ളതാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, അത് 1/4 സ്പൂൺ വീതം 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കടുക് വറുക്കാനുള്ളതാണ്, താളിച്ച് വയ്ക്കാനുള്ളതാണ്. ഇതിൽ തേങ്ങ, ഉഴുന്ന്, കടുക്, മുളക്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. അതിനു വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് കുക്കറിലേക്കിട്ട് അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് 1/2 സ്പൂണ് ഉപ്പ് പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് സ്പൂൺ കൊണ്ട് ഒന്ന് കലക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് 4 വിസിൽ. ഇതിലേക്ക് തയ്യാറാക്കാനുള്ള കൂട്ട്: തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി. അത് ഇതിലേക്ക് ശകലം വെള്ളവും ഒഴിച്ച് ഈ 2 വെളുത്തുള്ളിയും കൂടെ ഇട്ട് ജാറടച്ച് ഒന്നടിച്ച് റെഡി ആയിട്ടുണ്ട്. മഷി പോലെ അരയണ്ട, ഇത്തിരി തരി വേണം. കുക്കർ തുറക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞ് അതിലേക്ക് ചീര, നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ചീര ഇതിലേക്ക് ചേർക്കാം. ചീര ഇതിലേക്ക് ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിനെ ഇളക്കിയിട്ട് ഈ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഏകദേശമായി. ഇനി ഒന്ന് തിള വരുന്നതും ഇത് ഓഫ് ചെയ്യാം. തിള വന്നു, വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഇത് ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം.
പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കാം. ചൂടായി കടുകിടാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് മുളകിടാം. മുളകിട്ട് ഒന്ന് വറുത്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മുളക് പൊരിഞ്ഞ് വരുന്നുണ്ട്. മുളക് പൊരിഞ്ഞ് കറിവേപ്പില കറിവേപ്പില ഇട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉഴുന്ന പരിപ്പിടാം. നന്നായി വറുത്ത് ഉഴുന്ന് മൂത്ത് വരുന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. ഏകദേശം വറുത്ത് അതിലേക്ക് 1 പച്ചമുളക് ചെറിയ പീസായിട്ട് കീറിയത് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. മുളക് ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കൂട്ടിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇവിടെ പരിപ്പിട്ട ചീര ഉടച്ചു വെച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ചോറിന് പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം. എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.